ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം ഇവരുടെ സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാത്ത പ്രശ്നം, അത് പറയാനും പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വലിയ വിവാദമാകും. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. മാജിക് പ്ലാനറ്റിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? മാജിക്കിന് സാധ്യത രണ്ടാണ്. ഒന്നുകിൽ വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. ആ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു രൂപ പോലും എനിക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ. പക്ഷേ ഈ തുടരെ ആരോപണങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ഗോപിനാഥ് മുതുകാട് സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ് കേട്ടിട്ടുണ്ട്. സ്വന്തം വീട് പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് അമ്മമാരുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സന്തോഷം. നമുക്കൊരിക്കലും ഇനി ഡിജിറ്റൽ ലോകത്ത് നിന്ന് പിന്തിരിയാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ സീക്രട്ട്. അതുകൊണ്ട് മോഹൻലാലിന് പൊള്ളലേൽക്കില്ല. നമസ്കാരം, ഗോപിനാഥ് മുതുകാടാണ് കൂടെയുള്ളത്. നമസ്കാരം സർ. പുതിയ സിനിമ എത്തിയിരിക്കുകയാണ്, മോണിക്ക. ഒരു AI സ്റ്റോറി, അതിൽ അഭിനയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? ആദ്യം തന്നെ പറയാനുള്ളത് അഭിനയമായിരുന്നില്ല എന്നതാണ്. കാരണം ഞാനായിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഗോപിനാഥ് മുതുകാടായിട്ട് തന്നെയാണ് വരുന്നത്. എൻ്റെ സുഹൃത്തുക്കളാണ് EM അഷ്റഫും, ഇത് ഡയറക്റ്റ് ചെയ്യുന്ന EM അഷ്റഫും, അതുപോലെ തന്നെ മൻസൂർ പള്ളൂരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു മേഖലയല്ല, സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു മേഖലയല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന അതേ ഇതിൽ തന്നെ ഞാൻ വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു സിനിമയാണിത്. പ്രത്യേകിച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കുടുംബം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികളും വീട്ടിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ മക്കളെ സ്നേഹിക്കാൻ സാധിക്കാത്ത മാതാപിതാക്കളും സ്നേഹം പങ്കിട്ടു പോകുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്താണ് ഒരു കുടുംബം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഈ മോണിക്ക, ഒരു AI സ്റ്റോറി. പിന്നെ കാലഘട്ടത്തിൻ്റെ സിനിമ കൂടിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന, നമ്മളൊക്കെ ഇനി ലോകത്തിൻ്റെ ആ ഒരു ലോകത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയായതുകൊണ്ടും കുട്ടികളുടെ സിനിമയായതുകൊണ്ടും ഞാൻ അതിനകത്ത് ഞാൻ തന്നെയായിട്ടാണ് വന്നു. അല്ലാതെ വേറെ മുഴുനീളം ഇല്ലെന്ന് തോന്നുന്നു. ഇന്റർവെൽ വരെയാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം അഭിനയിച്ചപ്പോൾ? സ്വന്തമായിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ വീണ്ടും പറയുന്നത് അഭിനയമല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഞാൻ ഗോപിനാഥ് മുതുകാട് സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ അത് ഞാൻ സാധാരണ ഡീല് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഒരു കുട്ടിയെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് വരുന്നൊരു പോയിന്റ്. അത് സാധാരണ രീതിയിൽ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അഭ്രവാളിയിലേക്ക് വരുന്നു. ക്യാമറയ്ക്ക് മുമ്പിലാണ് ചെയ്തത്. ഇത് മാത്രമാണ് വ്യത്യാസം. ഇപ്പോൾ ഒരു AI ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് വരുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും അവരെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ AI സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് തോന്നിയിട്ടുള്ളത് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം? നമുക്കൊരിക്കലും ഇനി ഡിജിറ്റൽ ലോകത്ത് നിന്ന് പിന്തിരിയാൻ പറ്റില്ല. കാരണം കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഐപാഡിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ലാപ്ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അലക്സ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കുട്ടി വല്ലാതെ സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ആ ലോകത്ത് നിന്ന് നമുക്ക് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരിനി ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിനകത്ത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് മദ്യത്തിന് അഡിക്റ്റ് ആവുന്നത് പോലെ, പുകവലിക്ക് അഡിക്റ്റ് ആവുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് തീരുമാനിക്കാൻ സാധിക്കണം, സ്വയം തീരുമാനിക്കാൻ സാധിക്കണം. എനിക്ക് ഇന്നത് മതി, ഇന്നത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ആ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥ രീതി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, നിങ്ങളെ പ്രായമല്ല ഞാൻ പറയുന്നത്, എൻ്റെ പ്രായം വെച്ചാൽ പറയുന്നത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ മുമ്പിലുള്ള മേഖല എന്ന് പറയുന്നത് ഒന്നുകിൽ അധ്യാപകനാവുക, ഡോക്ടറാവുക, എഞ്ചിനീയർ ആവുക, എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കലാകാരനാവുക, എത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതായനങ്ങൾ നിരവധിയാണ്. അവരുടെ മുമ്പിലുള്ളത് ഇഷ്ടംപോലെ ലോകമാണുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ട ലോകം തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സ് വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത്തരം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന, അതുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് ഈ മോണിക്ക, ഒരു AI സ്റ്റോറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് സ്വീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം, മക്കൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന സമയത്ത്
കൊടുക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഉം. അതാണ്. കൂടെ അഭിനയിച്ചത് കുട്ടികളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോ അത്ഭുതപ്പെടുത്തിയോ കൂടെയുള്ളവരുടെ പ്രകടനങ്ങൾ ശരിക്കും? ആ മോൻ ഗംഭീര അഭിനയമായിരുന്നു. ഞാൻ ആ മോൻ്റെ കൂടെ ആയിരുന്നു. ആ. ശ്രീപത് എന്ന് പറയുന്ന മോൻ്റെ ശ്രീ- കൂടെയാണ്. ഹീസ് എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാം. ഉം. അപാരമായ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ മുഖത്ത് എക്സ്പ്രഷൻസ് മാറി വരുന്നതും ആ കുട്ടിയുടെ എല്ലാം അതിഗംഭീരമാണ്. ഉം. ഇപ്പൊ ഒരിക്കൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞു. അപ്പോ ഇനിയും സിനിമയിലേക്ക് പോകാൻ സാധ്യത? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു മേഖലയല്ല ഇത്. ആ. ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലുണ്ടായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഞാനായിട്ട് വരുന്ന എൻ്റെ ഭാഗം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കുട്ടി, ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് കുട്ടിയായിട്ട് ഡീല് ചെയ്യേണ്ട ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പൊ യുണിസെഫ് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 1000 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ദാറ്റ് മീൻസ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന 270 ദിവസങ്ങളും പിന്നീടുള്ള 2 വർഷവുമാണ് ഒരു കുട്ടി എന്തായി തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന വർഷങ്ങൾ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, നിങ്ങളുടെ കുട്ടികളെ 2 വയസ്സാവുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിക്കൂ, അതെന്താവണമെന്ന് എന്നോട് പറയൂ, ഞാൻ ആക്കിത്തരാമെന്ന് പറയാൻ കാരണം ആ ബ്രെയിനിൽ നടക്കേണ്ട പ്രോസസ്സ് നടക്കേണ്ട സമയത്ത് നടക്കണമെന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ ഇത്തരം മെസ്സേജ് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, കുടുംബങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള ബോധ്യമുള്ളതിന്റെ പേരിലാണ് ഈ ഒരു മേഖലയ്ക്ക് വന്നത്. എന്തായാലും സിനിമയിലെ ആദ്യ അരങ്ങേറ്റം വിഷമിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും, അത് വിഷമിക്കാനൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ഓക്കെ. പക്ഷെ ഈ മാജിക് തുടങ്ങുമ്പോൾ ആദ്യത്തെ അരങ്ങേറ്റം കുറച്ച് പരാജയമായിരുന്നു, ഫ്ലോപ്പ്. വിഷമകരമായിരുന്നു. അതെ, മാജിക്കിന് സാധ്യത രണ്ടാണല്ലോ, ഒന്നുകിൽ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. എന്റേത് പരാജയപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഫ്ലോപ്പായി പോയി. അപ്പൊ ആ സമയത്ത് എത്രയായിരുന്നു പ്രായം? അത് 10 വയസ്സ്. 10 വയസ്സില്. അപ്പോ അവിടെ നിന്ന് പിന്നീട് ഈ ഒരു ആദ്യ പരാജയം 10 വയസ്സിലൊക്കെ സംഭവിക്കുമ്പോൾ, കാണികൾക്കിടയിൽ സംഭവിക്കുമ്പോൾ ഒരു മനോവിഷമം തോന്നാം. ഒരു സംശയമില്ല, ഉണ്ടാവുമല്ലോ. 10 വയസ്സുള്ള ഒരു കുട്ടി മാജിക് സ്റ്റേജിൽ ആദ്യമായിട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു മാജിക് പെർഫോം ചെയ്യുന്ന സമയത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വിഷമം ഉണ്ടായില്ലെങ്കിൽ ആ മാനസികനായി പോണ്ടേ? അപ്പോൾ വിഷമം ഉണ്ടാവും. ആ വിഷമം ധാരാളം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ഒരു വചനമാണ് പിന്നീട് എന്നെ ലൈഫിൽ മുഴുവൻ, ജീവിതത്തിൽ എത്രയ്ക്കോ പരാജയങ്ങൾ ഉണ്ടായ സമയത്ത് മുഴുവൻ മോട്ടിവേറ്റ് ചെയ്തത്. അതുകൊണ്ട് അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു, അച്ഛൻ്റെ വാക്കുകളോട് കടപ്പെട്ടിരിക്കുന്നു. അതാണ്. പക്ഷെ മാജിക് പ്ലാനറ്റ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഇനി മാജിക്കിലേക്കില്ല എന്ന് പറയുന്നതും. മാജിക് പ്ലാനറ്റ് തുടങ്ങുന്നത് 2014 ആ സമയത്ത് മാജിക്കുമായിട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങുന്നതാണ് 2019. അതിനുശേഷം 2 വർഷമായിട്ടുള്ളൂ ഞാൻ മാജിക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് വിരമിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ മാജിക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നൊരു പ്രഖ്യാപനം ഉണ്ടായി. അപ്പൊ അത് ആളുകളിൽ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു. ഒരു പക്ഷേ അന്ന് വലിയ രീതിയിൽ ആളുകൾ അറിയപ്പെടുന്നു, നീണ്ട നാളത്തെ ഒരു കരിയർ, അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്, മാജിക് പ്ലാന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തീരുമാനമെടുക്കുന്നത്. എങ്കിലും അത് വിഷമിപ്പിച്ചിട്ടില്ലേ? ഒരു ചോദ്യചിഹ്നം മുന്നിൽ ഉണ്ടായിരുന്നില്ലേ ആ സമയം? ഒരു സംശയമില്ല. കാരണം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രൊഫഷൻ പെട്ടെന്ന് അതിൽ നിന്ന് വിരമിക്കേണ്ട ഒരു ഘട്ടം വരിക, വിരമിക്കണമെന്ന് തീരുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും വിഷമിക്കുന്നുണ്ട്. ഇപ്പോഴും മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരു മൂലയിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന കാഴ്ചകൾ കാണുന്ന സമയത്ത് വിഷമിക്കേണ്ടത്. പക്ഷേ ഞാനൊരു ദൗത്യം ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പൂർണ്ണമായിട്ടും ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പെൻസിൽ നമ്മൾ ഷാർപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി കളഞ്ഞേ പറ്റുള്ളൂ, അല്ലേ? അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു കാസർഗോഡ് യാത്രയാണ് ജീവിതം, ചിന്തകൾ മാറ്റുന്നത്. ഒരു പക്ഷേ ആ യാത്ര നടന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചത്? കാസർഗോഡ് അന്ന് പോയ ഒരു യാത്ര, ആ യാത്രയിൽ കണ്ട ചില ചിത്രങ്ങൾ, ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകൾ, അതൊക്കെ തന്നെയാണ് ലൈഫിനെ മാറ്റിമറിച്ചത്. ഇപ്പോൾ ഒരുപാട് അഭിനന്ദിക്കുന്നു, അതുപോലെ മാജിക് പ്ലാന്റിനെ ഒരുപാട് അഭിനന്ദിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഒരു നിമിഷം ക്രൂശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് തോന്നുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മാജിക്കിന്റെ രംഗത്ത് നിൽക്കുന്ന സമയത്തും അനുഭവിച്ചിട്ടുണ്ട്, ഇനിയും അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളൊരു പാത നമുക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ എന്ത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. ഏറ്റവും പ്രധാനം എനിക്ക് എൻ്റെ മനസാക്ഷിയോടുള്ള നീതി പുലർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ മനസാക്ഷിക്ക് കൃത്യമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. അതുകൊണ്ട് ലോകം എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും. ഇത് എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. പെർഫോമൻസിൻ്റെ സമയത്ത്, മാജിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, എസ്കേപ്പ് ആക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ
ഇപ്പോൾ തൊട്ടിരിക്കുന്ന ഒരു മേഖലയിലും സ്വാഭാവികമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കാലം കഴിഞ്ഞ് ഇനി അടുത്ത് ഒരു വേറെ സാധനം പ്രതീക്ഷിക്കാം. ഇതെങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കയറ്റിറക്കങ്ങൾ എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു സ്പാനാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടില്ലേ അല്ലേ? അപ്പം അതുപോലെ തന്നെ ജീവിതത്തിൽ ഇത്തരം ഒക്കെ ഉണ്ടാവും. നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ്. മാജിക് പ്ലാനറ്റിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? തുടരെ തുടരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അറിയില്ല, ഞാനത് ഈ ശത്രുത എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ അന്വേഷിക്കാറൊന്നുമില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാനിപ്പോൾ 60 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഇനി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാവുന്നൊരു സീസൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുതിച്ചു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വ്യാപൃതനായി 24 hours ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കി വെച്ചാൽ മുഴുവൻ സമയങ്ങളും ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശത്രുക്കളെ തേടി നോക്കുന്നതും അതൊന്നും that's not my അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, സ്വന്തം വീട് പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് മാജിക് പ്ലാനറ്റ് തുടങ്ങുന്നത്. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം അതിനു വേണ്ടിയാണ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഉയരുന്ന ആരോപണം മുതുകാട് സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് അത് നടത്തുന്നത് എന്ന ആരോപണം വന്നപ്പോൾ വിഷമിപ്പിച്ചില്ലേ ശരിക്കും? അത് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു രൂപ പോലും എനിക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. എടുക്കാം എന്നല്ല പറഞ്ഞത്, എടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്ത് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമല്ലേ. അപ്പോൾ അത് എത്ര 26-27 വർഷമായില്ലേ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയിട്ട്. വേറെ എവിടെയും ഇല്ലല്ലോ ഇതിനകത്ത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഉന്നയിക്കുക എന്നല്ലാതെ വേറെ എവിടെയും ഇതിനകത്ത് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ സാധാരണ വലിയ മീഡിയകളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നേരിട്ടില്ലെങ്കിൽ എന്താണ് പിന്നെ ലൈഫിനകത്തൊരു. പക്ഷേ ഈ തുടരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഉള്ളവർ തന്നെ ആരോപണം പുറത്തു വന്നിട്ട് ആരോപണം ഉന്നയിക്കുമ്പോഴും ഉള്ളവരല്ല, ഉള്ളവരിൽ നിന്ന് പുറത്തു പോയവരാണ്. അങ്ങനെ പറയുമ്പോഴും ഇത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും. ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഒരു പത്രസമ്മേളനമെങ്കിലും വിളിക്കണം എന്ന് ഒരിക്കലും അത് കാര്യമില്ല. കാരണം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതിനെ കൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കാരണം ആളുകൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ആളുകൾ വിഷയമാക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ കൊണ്ടൊന്നും കാര്യം നമ്മുടെ ആ വഴിക്ക് അങ്ങനെ പോയാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യം ഇതാണ്. നമ്മുടെ ഒരു ലൈൻ നമ്മൾ നമ്മളോട് തന്നെ ഉള്ളിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക, ആർ യു റൈറ്റ്, ആർ യു ഓക്കെ. അതുപോലെ ആ സമയത്ത് മോഹൻലാൽ ഒന്നിച്ചൊരു മാജിക് ഷോ ഉണ്ടാകും എന്ന് പറഞ്ഞ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും അത് പിന്നീട് സംഭവിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അത് വേറൊരു മജീഷ്യൻ അത് ഒരു പത്രസമ്മേളനം നടത്തി ആ മാജിക് ഫ്ലോപ്പ് ആവും എന്നുള്ളതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൊള്ളലേൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തി. നടത്തി കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടായി. ആ മാജിക്കിൻ്റെ രഹസ്യം പറയാത്തിടത്തോളം നമുക്ക് ഒന്നും, കാരണം മോഹൻലാലും തീയും തമ്മിൽ അടുക്കുന്നൊരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് വെൽ പ്ലാൻഡ് ആയിരുന്നു. അല്ലെങ്കിൽ വളരെ ബുദ്ധിപരമായി ഡിസൈൻ ചെയ്ത ഒരു സീക്രട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ. ഒരു മജീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ സീക്രട്ട്, അതുകൊണ്ട് മോഹൻലാലിന് പൊള്ളലേൽക്കില്ല എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പിന്നെ അത് അന്ന് ആ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ അവിടുന്ന് അന്ന് VS അച്യുതാനന്ദൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഇനി അത് നടത്തണ്ട എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതനുസരിച്ചല്ലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രശ്നമല്ലേ. അതുകൊണ്ട് നമ്മൾ ബാക്ക് ഔട്ട് ചെയ്തു. മോഹൻലാലിൻ്റെ ഒരു കോർപ്പറേഷൻ എങ്ങനെയുണ്ടായിരുന്നു? 1000 എന്താ പറയുക, എനിക്കതിനകത്ത് പറയാൻ വാക്കുകളില്ല. ഞാൻ 1000 കൈകളോടുകൂടി അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാമനസ്കതയെയും വണങ്ങുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രമാത്രം അതൊരു വിവാദമായി നിൽക്കുന്ന സമയത്തും ഞാൻ അനൗൺസ് ചെയ്യാതെ അദ്ദേഹം ബാക്ക് ഔട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഞാനത് വിളിച്ച് ചോദിച്ചു അദ്ദേഹത്തോട്. CMൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട്, നമുക്ക് ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് അനൗൺസ് ചെയ്ത്. അദ്ദേഹം മാടമ്പി സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒറ്റപ്പാലത്തായിരുന്നു. അപ്പോൾ അത് സ്ക്രോളിങ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ ആ പ്രോഗ്രാം നടക്കുന്ന കറക്റ്റ് സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് പെർഫോം ചെയ്യേണ്ട സമയമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊരു സന്തോഷം. ഹീസ് എ ലെജൻഡ്. ആൻഡ് അദ്ദേഹം അത് പെർഫോം ചെയ്യുന്ന സമയത്തും റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ തന്നെ അസൂയപ്പെട്ട് നോക്കിയെന്ന്. അത്രമാത്രം മനോഹരമായ ചലനങ്ങളും അതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പുതിയത് പഠിക്കാനുള്ള ഒരു വല്ലാത്തൊരു ആവേശം. എക്സാക്ട്ലി.
ഈ സിനിമയിലും മാജിക് എന്തെങ്കിലും കാണിക്കുന്നു? തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. കുഞ്ഞിന് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന കുറേ മാജിക്കുണ്ട്. കാരണം ആ കുട്ടിയെ നമുക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇന്ദ്രജാലമാണ്, മാജിക്കാണ്. മാജിക്കിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതിനകത്ത് നടക്കുന്ന വിസ്മയങ്ങളാണ്. മറ്റൊരു കലയ്ക്കും ഇല്ലാത്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തരം ഒരു കുട്ടിയെ എന്താ പറയുക, നമ്മുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയെ പതുക്കെ പതുക്കെ ശാന്തമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു മാജിക്കിന് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു മാജിക്കൽ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്തു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാജിക് ശരിക്കും പറഞ്ഞാൽ ഒരു കബളിപ്പിക്കലല്ലേ ശരിക്കും? തീർച്ചയായിട്ടും മാജിക്ക് കബളിപ്പിക്കൽ, എല്ലാം കബളിപ്പിക്കൽ, എല്ലാ കലയും കബളിപ്പിക്കലല്ലേ. സിനിമ കബളിപ്പിക്കലല്ലേ, അല്ലേ? സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഡോക്ടറായിട്ട് വരും, മോഹൻലാൽ തന്നെ. മോഹൻലാൽ ഡോക്ടറായിട്ട് വരും, സർജറി നടത്തുന്നു, കൈ തുടച്ച് പുറത്തേക്ക്. മോഹൻലാൽ സർജറി നടത്തുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മോഹൻലാൽ ഡോക്ടറാണോ? അല്ല. അപ്പോൾ അതെല്ലാം കലയും അങ്ങനെ തന്നെയാണ്. കഥകളിയിൽ അർജുനനായിട്ട് വേഷം കെട്ടുന്നു, അർജുനനാണോ? അല്ല, വേഷം കെട്ടുന്നതാണ്. എല്ലാ കലയും കബളിപ്പിക്കലാണ്. ഡ്രാമ കബളിപ്പിക്കലല്ലേ. ഒരാളെ കൊല്ലുന്നു, സ്റ്റേജിൽ വെച്ചിട്ട് കൊല്ലുന്നുണ്ടോ റിയലായിട്ട്? ഇല്ല. അപ്പോൾ അതൊക്കെ എല്ലാം കബളിപ്പിക്കലാണ്. അതുപോലെ തന്നെ മാജിക്കിനകത്തും നമ്മളൊരു കർച്ചീഫിൽ നിന്ന് ഒരു പ്രാവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയോ പ്രാവിനെ ഒളിപ്പിച്ച് വെച്ച് കർച്ചീഫിനെ ഇല്ലാതെയാക്കി പ്രാവിനെ പുറത്തേക്ക് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഒരു ട്രിക്സ് ഉണ്ട്. മറ്റേതിനകത്ത് ട്രിക്സ് ഇല്ല, ഇതിനകത്ത് ട്രിക്സ് ഉണ്ട്. പക്ഷെ ആ ട്രിക്സ് ആണെന്ന് സമ്മതിക്കുന്നിടത്തോളം കബളിപ്പിക്കലല്ല. ട്രിക്സ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് കബളിപ്പിക്കലായിട്ട് മാറുന്നത്. ഈ മാജിക് ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഉയർന്നൊരു ആരോപണത്തെ കുറിച്ചാണ്. അതിൽ കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് ബ്ലൈൻഡെ കൊണ്ടുവരുന്നത്. ഡിഫറെന്റ് ആർട്ട് സെന്റർ, അതൊരു ഓട്ടിസം സ്കൂൾ അല്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ആർട്ട് സെന്റർ. ആർട്ടിനകത്ത് കുട്ടികൾക്ക് ടാലൻ്റ് ഉള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് എംപ്ലോയ് ചെയ്യാൻ, അവർക്ക് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യ ബാച്ചിലൊക്കെ വന്ന കുട്ടികൾ ഇപ്പോൾ അവിടെ എംപ്ലോയീസ് ആയി മാറിക്കഴിഞ്ഞു, നല്ല ശമ്പളമൊക്കെ മേടിച്ച് ജീവിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്രമാത്രം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആളുകൾ മനസ്സിലാകാതെ പോകുന്നതാണോ? ഇങ്ങനെ കേൾക്കുന്നതെല്ലാം ആയിരിക്കാം. കാരണം ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇങ്ങനൊരു സംഭവം ലോകത്തില്ല. ഇങ്ങനൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നൊരു കാര്യം ലോകത്തില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാവാം. അവിടെ വന്ന് കാണുന്നത് വരെ ഇത് മനസ്സിലാവില്ല, കണ്ടാലേ മനസ്സിലാവും. അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ വരുന്നത് അപ്പോൾ മനസ്സിലാവും. ഹേറ്റേഴ്സിനെ ഉണ്ടാക്കിയോ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ? എനിക്കറിയില്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നോട് കാണുന്ന സമയത്ത് ആരും അങ്ങനെ പറയുന്നില്ല. അത് ഞാൻ ചോദിക്കാൻ കാരണം, ഇതിനിടെ ഒരു വാർത്ത കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ്, അതായത് താങ്കൾ പറഞ്ഞൊരു കാര്യം കട്ട് ചെയ്തിട്ടാണ് അവരത്തരത്തിൽ വാർത്ത ഫേക്കായിട്ട് പ്രചരിപ്പിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കറിയില്ല, കാരണം അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ തന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇനി ഉണ്ടാവും. ലൈഫ് ഇതൊക്കെ തന്നെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ എതിർപ്പുകളും സ്നേഹവും ചേർത്ത് പിടിക്കലും ഒക്കെ പാടുകൊണ്ടാവുമ്പോഴാണ് ജീവിതമാവുന്നത്. ഈ എയുടെ കാര്യത്തിൽ മുൻപേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഈ എ പ്രയോജനപ്പെടുത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ കണ്ട്. സ്കോട്ട്ലൻഡിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം ഇവരുടെ സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാത്ത പ്രശ്നം. അത് പറയാനും പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാലും അതൊരു വലിയ വിവാദമാകും. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഒരു മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വിദേശ രാജ്യങ്ങൾ ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. സ്കോട്ട്ലൻഡിലൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഞാൻ എവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, അതിനകത്തുണ്ടാകുന്ന ആ ഒരു മേഖലയിലേക്ക് ഒരു കുട്ടി കടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്തൊരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ശ്രദ്ധിക്കുന്നത്. വീടുകളിൽ നിന്ന് സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികൾ പലപ്പോഴും വഴിമാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഇന്ന് പോരുന്ന സമയത്തും കണ്ടു, 13 വയസ്സോ 12 വയസ്സോ ഉള്ളൊരു കുട്ടി ബാത്റൂമിൽ കയറിയിട്ട് സൂയിസൈഡ് ചെയ്തു, തൂങ്ങി മരിച്ചു എന്നുള്ളത്. വാർത്ത കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് സോഷ്യൽ മീഡിയ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത കണ്ടു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹം എന്ന് പറയുന്നൊരു വല്ലാത്ത മാജിക് ഉണ്ട്. അത് കൊടുക്കേണ്ടത് വാരി കോരി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
കുട്ടികൾ വഴിതെറ്റി പോകും. കുട്ടികൾ അസ്വസ്ഥരാണെന്ന് തോന്നുന്നു. സംശയമില്ല. കാരണം പഴയ പോലെ നമുക്ക് മക്കളെ മാതാപിതാക്കൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എല്ലാവരും തിരക്കാണ്, എല്ലാവരും പണത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഈ മൊബൈൽ ഫോണിനകത്ത് വല്ലാതെ വീണു പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും കുട്ടികളോട് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കല്ലേ എന്ന് പറയുന്ന മാതാപിതാക്കൾ തന്നെ അപ്പുറത്ത് പോയിട്ട് മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് സ്നേഹം എന്ന് പറയുന്ന ഒരു മാജിക്ക്, സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലോകം വീടിനുള്ളിൽ സൃഷ്ടിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ലോകം ഇതിനേക്കാൾ കൂടുതൽ ഒരു വലിയ വിപത്തിലേക്ക് പോയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മാജിക് വേദികൾ മിസ് ചെയ്യുന്നുണ്ടോ? മാജിക്കൽ വേദികൾ, കയ്യടികൾ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? എന്താ സംശയം? ഉണ്ടാവുമല്ലോ. നിലവിൽ അപ്പോൾ നൽകുന്ന ഒരു സന്തോഷം എന്താണ് അതൊക്കെ മിസ് ചെയ്യുമ്പോഴും? നിലവിൽ നൽകുന്ന സന്തോഷം എനിക്ക് നൽകുന്ന സന്തോഷമാണ്. എനിക്ക് നൽകുന്ന സന്തോഷം ഞാൻ ഇപ്പോൾ കുട്ടികളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സന്തോഷം. ഒരുപാട് അമ്മമാരുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. അവിടെയുള്ള ഒരു 200 പാരൻസ് ഉണ്ട്. ആ 200 പാരൻസ് 200 കുട്ടികൾ, അവരുടെ കളിച്ചിരികളും അവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങളുമാണ് ഇന്ന് കിട്ടുന്ന സന്തോഷം. നാളെ കിട്ടാൻ പോകുന്ന സന്തോഷം ഭിന്നശേഷി മേഖലയിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടവും മുന്നേറ്റവും തുടർന്ന് ചെയ്യുമ്പോൾ നാളെ നമ്മൾ തിരിച്ചറിയപ്പെടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് സന്തോഷം. അവിടെ അഭിനയത്തിനും കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഉണ്ട്. അവിടെയും സിനിമാ നിർമ്മാണമൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? കാരണം വ്യത്യസ്തമായൊരു ശൈലിയിലാണ് ഈ ഒരു സിനിമ വരുന്നത്. ഒരു വ്യത്യസ്ത പ്രമേയമുണ്ട് ഇതിന്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന ഇന്ദ്രജാലമാണ്. സ്നേഹം കൊടുക്കാതെ പോകുമ്പോൾ, സ്നേഹം കിട്ടാതെ പോകുമ്പോൾ കുട്ടികൾക്ക് വരുന്ന വലിയ ഒരു മാറ്റം. ആ മാറ്റത്തിൽ നിന്ന് സ്നേഹം എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരുന്ന മാറ്റം. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രമേയം. എല്ലാവരോടും പറയാനുള്ളത്, വീട്ടിൽ മക്കളെ എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം സ്നേഹിക്കുക. സ്നേഹം വാരി വാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാ മക്കളും എപ്പോഴും അതേ സ്നേഹം നമുക്ക് തിരിച്ചു തരും. അച്ഛൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു കാര്യം, ഒരു ചരൽക്കല്ലിനൊരു തടാകത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹമെന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഞാൻ ഈ ശ്രീപതിൻ്റെയൊക്കെ പ്രായമുള്ള കുട്ടിയാണ്. അപ്പം എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അച്ഛൻ ഒരു കല്ല് കുളത്തിൻ്റെ നടുവിലേക്ക് എറിഞ്ഞ് കാണിക്കും. ഈ കല്ല് വീണ സ്ഥലത്ത് നിന്ന് അലകളായി കരയിൽ തട്ടി അതേ സ്പോട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറയും, കുട്ടി ഇതാണ് സ്നേഹം, സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടുമെന്ന്. മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുക, 1000 മടങ്ങ് തിരിച്ചു കിട്ടും. താങ്ക് യു വെരി മച്ച്.